പാറശാലയിലെ ഷാരോൺ പ്രണയിക്കുന്നവരുടെ മനസ്സിലെ നൊമ്പരമാണ്. കാമുകിയുടെ ചതിയിൽ ജീവൻ നഷ്ടപ്പെട്ട യുവാവ്. കൊലയാളി ഗ്രീഷ്മയുടെ കൊടുംക്രൂരതകൾ മലയാളികൾക്കിന്നും നടുക്കുന്ന ഓർമ്മയാണ്. ഇന്ന് ആ കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതും ഗ്രീഷ്മയുടെ ക്രൂരതകൾ അക്കമിട്ട് നിരത്തി. ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവനുമെതിരെ തെളിവ് നശിപ്പിക്കൽ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. നാടിനെ നടുക്കിയ സംഭവമായിരുന്നു ഷാരോണിന്റെ കൊലപാതകം. ഒരു കോളേജ് വിദ്യാർത്ഥിനിക്ക് ഇങ്ങനെ ഒരു കൊലപാതകം നടത്താൻ കഴിയുമോ എന്ന് ഏവരിലും സംശയമുണ്ടാക്കിയ സംഭവം. പക്ഷേ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോൾ ഗ്രീഷ്മ പ്രതിക്കൂട്ടിലെത്തി. എന്തിനാണ് ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയത്? സൈനികനായ യുവാവുമായുള്ള വിവാഹാലോചന വരുന്നു. കാമുകനെ ഒഴിവാക്കിയാൽ മാത്രം ആ വിവാഹം നടക്കുമെന്ന സാഹചര്യം. അവിടെ ഗ്രീഷ്മ തീരുമാനമെടുത്തു. കാപ്പിക് എന്ന കളനാശിനി കഷായത്തിൽ ചേർത്ത് ഷാരോണിന് കൊടുത്ത് കൊലപ്പെടുത്തി. അതിനു മുൻപും ഗ്രീഷ്മ കൊലപാതകത്തിന് ശ്രമിച്ചിരുന്നു. നെയ്യാറ്റിൻകര കോടതിയിലാണ് ഇന്ന് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സെക്സ് ചാറ്റ് നടത്തി ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിക്കുന്നു. അവിടെ കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുക്കുന്നു. നേരത്തെയും ഷാരോണിനെ കൊലപ്പെടുത്താനുള്ള നീക്കം പെൺകുട്ടി നടത്തിയിട്ടുണ്ട്. അത് ഉറക്ക ഗുളികകൾ അമിതമായി ജ്യൂസിൽ കലർത്തി നൽകിയായിരുന്നു. പക്ഷേ അവിടെ മരണം സംഭവിക്കാത്തപ്പോഴായിരുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇങ്ങനെ കളനാശിനി കഷായത്തിൽ ചേർത്ത് നൽകിയത്. ഗ്രീഷ്മയുടെ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരും കേസിൽ പ്രതികളാണ്. 85 ദിവസം തികയുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കില്ല. മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന നിയമപരമായ ആശയക്കുഴപ്പമാണ്. കേരള പോലീസാണോ തമിഴ്നാട് പോലീസാണോ കേസ് അന്വേഷിക്കേണ്ടത് എന്നത് സംബന്ധിച്ചായിരുന്നു ആശയക്കുഴപ്പം. എന്നാൽ കേരളത്തിലുണ്ടായിരുന്ന ഒരാളെ തമിഴ്നാട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി എന്ന നിലയ്ക്ക് കേസിനെ കാണുകയും അങ്ങനെ പുതുതായി ഒരു വകുപ്പ് കൂടി ചേർക്കുകയും ചെയ്തതോടെ കേരള പോലീസിന് ഇനി ഈ കേസ് തുടർന്നും അന്വേഷിക്കാം. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ജോൺസൺ ആയിരുന്നു. അദ്ദേഹം ആകട്ടെ ഇപ്പോൾ ഗുണ്ടാ ബന്ധത്തിന്റെ പേരിൽ സസ്പെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ റൂറൽ SP ശില്പ നേരിട്ടാണ് ഈ കേസിൽ ഇടപെട്ടതും ഇപ്പോൾ കൃത്യസമയത്ത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതും. പാറശാലയിൽ നിന്നും പോലീസ് പട്രോളിൽ പോകുന്നത് കൊല്ലം ആയൂരിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഒരു അച്ഛന്റെ ആത്മഹത്യ നമ്മെ ഏറെ വേദനിപ്പിച്ചു. മദ്യപസംഘം മകളോട് മോശമായി പെരുമാറിയതിൽ മനം നൊന്തായിരുന്നു ആത്മഹത്യ. ഇന്ന് ആ കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുന്നു. സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് അറസ്റ്റ്. കൊല്ലം ആയൂരിൽ കഴിഞ്ഞ 18-ാം തീയതിയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞു വരുന്ന മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു പിതാവ്. വീടിനടുത്തെത്തുമ്പോൾ 4 അംഗ മദ്യപസംഘം മകളോട് മോശം ഭാഷയിൽ സംസാരിക്കുന്നു. ഈ സമയത്ത് തിരിച്ചൊരു തരത്തിലും പ്രതികരിക്കാതെ മകളെ സുരക്ഷിതമായൊരിടത്ത് എത്തിക്കാൻ വേണ്ടി, വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ പിതാവ് ശ്രമിക്കുന്നു. വേഗം മകളെ വീട്ടിലെത്തിച്ച ശേഷം പിതാവ് എന്തുകൊണ്ട് തന്റെ മകളോട് ഇങ്ങനെ പെരുമാറിയെന്നറിയാൻ തിരികെ ഈ മദ്യപസംഘത്തിന് അരികിലേക്ക് എത്തുകയാണ്. പിതാവിനോട് ക്രൂരമായ രീതിയിലാണ് ഈ 4 അംഗ മദ്യപസംഘം പെരുമാറുന്നത്.
പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചു. ശരീരമാസകലം പരിക്കേറ്റു, മുഖത്തും വലിയ തോതിൽ പരിക്കേറ്റു. അപമാനഭാരം സഹിക്കാനാവാതെയാണ് പിതാവ് 18-ാം തീയതി രാത്രി വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. 19-ാം തീയതി രാത്രി 9 മണിയോടുകൂടി വീടിന്റെ ചായ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ പിതാവിനെ കണ്ടെത്തുന്നു. ട്യൂഷൻ കഴിഞ്ഞു വരുന്ന പെൺകുട്ടിയോട്, അതും പിതാവിനൊപ്പം നടന്നു വരുന്ന പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചത് 4 പേർ. ഈ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചതും ഇതേ 4 പേർ തന്നെ. അതായത് മോനിഷ്, നൌഫല്, അൻസൻ, ഫൈസൽ. ഈ 4 പേർക്കെതിരെയും പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പിടിക്കപ്പെടും എന്നുറപ്പായതോടെ പ്രതികൾ 4 പേരും സ്ഥലം വിട്ടു. ഒടുവിൽ മോനിഷ് എന്ന് പറയുന്ന പ്രതി രാവിലെ അന്വേഷണ സംഘം മുമ്പാകെ കീഴടങ്ങുന്നു. മറ്റു 3 പ്രതികളും ഉച്ച കഴിഞ്ഞ് പോലീസിന് മുൻപാകെ കീഴടങ്ങുന്നു. അവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഈ 4 പേരെയും കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി 4 പേരെയും റിമാൻഡ് ചെയ്യുന്നു. ഈ കേസിൽ വരും കാലത്ത് ഈ കേസിന്റെ വിസ്താരവേളയിലടക്കം ഈ കുടുംബത്തിന്, മരിച്ചുപോയ പിതാവിന് നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഷാനോസ് ഡേവിഡ്, ന്യൂസ് 18, കൊല്ലം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ പെൺകുട്ടിയെ വീട്ടിൽ കയറി കടന്നുപിടിച്ച കേസിൽ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. തിരിച്ചറിയുക മാത്രമല്ല, കക്ഷിയെ വലയിലാക്കുകയും ചെയ്തു. കൊല്ലം അഞ്ചാലമ്മൂട് സ്വദേശി ശ്യാം രാജനാണ് പിടിയിലായത്. ഇയാൾ തൃശൂരിലെ ലോ കോളേജിലെ ഒരു നിയമ വിദ്യാർത്ഥിയാണ്. പളനിക്ക് പോകാനായി വീടുകൾ തെണ്ടാനിറങ്ങിയതാണ്. അതിനിടെ, അതായത് ആത്മീയ യാത്രയ്ക്കിടെ മനസ്സൊന്ന് പതറി. അതാണ് ആക്രമണത്തിന് കാരണമെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. ശനിയാഴ്ചയാണ് തിരുവനന്തപുരം വഞ്ചിയൂരിലെ വീട്ടിൽ കയറി പെൺകുട്ടിയെ കടന്നുപിടിച്ചത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലം അഞ്ചാലുമൂട് സ്വദേശി ശ്യാംജി രാജാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞു. പുലർച്ചെ അഞ്ചാലുമൂട്ടിലെ വീട്ടിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു. സിവിൽ സർവീസ് പരീക്ഷ ജയിക്കാൻ 1001 വീടുകളിൽ കാവടിയുമായി കയറി പളനിക്ക് പോകാൻ നേർച്ച നേർന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് വഞ്ചിയൂരിലെ വീട്ടിലെത്തിയത്. പെൺകുട്ടി ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സ് പതറിയാണ് പെൺകുട്ടിയെ ആക്രമിച്ചതെന്ന് ഇയാൾ മൊഴി നൽകി. പോലീസ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. സമാന രീതിയിൽ ഇയാൾ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഇയാൾ സ്ത്രീകളെ ആക്രമിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. തൃശൂരിൽ LLB വിദ്യാർത്ഥിയാണ് പിടിയിലായ ശ്യാംജി രാജ്. തിരുവനന്തപുരം. കൊച്ചി രവിപുരത്ത് യുവതിയുടെ കഴുത്തറുത്ത സംഭവത്തിൽ പ്രതി ജോളി നടത്തിയത് ആസൂത്രിത ആക്രമണം. വിസ സ്ഥാപനത്തിലെ ഉടമയെ ആക്രമിക്കാൻ ആയുധവുമായാണ് എത്തിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. ഇയാളെ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെ ജീവനക്കാരിക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ജീവനക്കാരിയെ കത്തിമുനയിൽ ഭീഷണിപ്പെടുത്തിയ ശേഷമായിരുന്നു ആക്രമണം. ഇന്നലെ കൊച്ചിയെ നടുക്കിയ ആക്രമണം. രവിപുരത്തെ റെയിൽസ് ട്രാവൽസ് ബ്യൂറോ എന്ന സ്ഥാപനത്തിൽ വെച്ചാണ് ജീവനക്കാരിയായ യുവതിക്ക് നേരെ കത്തികൊണ്ടുള്ള ആക്രമണം നടന്നത്. വിസയുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു കാരണം. പ്രതി ജോളി ട്രാവൽസ് ഉടമയ്ക്ക് പണം നൽകിയിരുന്നു. വിസ ലഭിക്കാതിരുന്നിട്ടും പണം തിരികെ ലഭിക്കുന്നില്ലെന്ന് കണ്ടതോടെയാണ് ഉടമയെ വകവരുത്തുകയെന്ന ലക്ഷ്യവുമായി ഇയാൾ സ്ഥലത്തെത്തിയത്. ട്രാവൽസിലെത്തിയ ജോളി ജെയിംസ് സൂര്യയുമായി തർക്കത്തിലേർപ്പെട്ടു. ഒടുവിൽ കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് സൂര്യയെ ആക്രമിച്ചു. കഴുത്തിന് മുറിവേറ്റ സൂര്യ ഇറങ്ങിയോടി. ഇതിനിടെ സ്ഥലത്തെത്തിയ പോലീസ് സൂര്യയെ ആശുപത്രിയിലെത്തിക്കുകയും ജോളിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വിസ സ്ഥാപനത്തിലെ ഉടമയെ ആക്രമിക്കാൻ ആയുധവുമായാണ് ജോളി എത്തിയത്. ഉടമയെ ഫോണിൽ കിട്ടാതായതോടെ ജീവനക്കാരിയെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ജോളി മൊഴി നൽകി. അതായത് കൃത്യം നടത്തിയത് വ്യക്തമായ ആസൂത്രണത്തോടെ. അതേസമയം പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്.
ട്രാവൽ ഏജൻസി ജീവനക്കാരിയുടെ കഴുത്തിന് മുറിവേൽപ്പിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൊടുപുഴ സ്വദേശി സൂര്യയാണ് ആക്രമിക്കപ്പെട്ടത്. പ്രാണരക്ഷാർത്ഥം സൂര്യ എതിർവശത്തെ ഹോട്ടലിലേക്ക് ഓടിക്കയറിയത് മൂലമാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. കണ്ണൂരിൽ ഒരു സംഘം ആളുകൾ സ്കൂളിൽ അതിക്രമിച്ചു കയറി വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു. വേങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. സ്കൂളിന്റെ വാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിക്കിടെയായിരുന്നു സംഭവം. വേങ്ങാട് സ്കൂളിന്റെ വാർഷിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിനിടെയാണ് ആക്രമണം ഉണ്ടായത്. 3 വിദ്യാർത്ഥികൾക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. വിദ്യാർത്ഥികളും നാട്ടുകാരും തമ്മിലായിരുന്നു തർക്കം. വേങ്ങാട് സ്കൂളിന്റെ വാർഷിക ദിന പരിപാടികളോടനുബന്ധിച്ച് ഗാനമേള സംഘടിപ്പിച്ചിരുന്നു. ഇതിനു മുന്നിൽ നൃത്തം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ആക്രമണത്തിന് ഇടയാക്കിയത്. 17കാരായ 3 വിദ്യാർത്ഥികളാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. വിദ്യാർത്ഥികൾ കണ്ണൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 3 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും സംഭവത്തിൽ പ്രിൻസിപ്പൽ പോലീസിന് ഒരു പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്ന കാര്യവും ആക്രമണത്തിന് ഇരയായിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നാട്ടുകാർ സംഘം ചേർന്ന് 17കാരെ ക്രൂരമായി മർദ്ദിച്ച സംഭവം വലിയ തോതിലുള്ള പ്രതികരണങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പോലീസ് ഏറെ പഴികേട്ട കേസുകളിലൊന്നാണ് യുവസംവിധായിക നയനയുടെ മരണം. ഈ കേസിലെ പ്രധാന തെളിവുകൾ പോലീസ് പൂഴ്ത്തിയെന്നായിരുന്നു നയനയുടെ സുഹൃത്തുക്കൾ നേരത്തെ ആരോപണം ഉന്നയിച്ചത്. ആ തെളിവുകൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതായത് നയനയുടെ മരണസമയത്ത് മുറിയിലുണ്ടായിരുന്ന തലയിണയും ബെഡ്ഷീറ്റും ഉൾപ്പെടെയുള്ള തെളിവുകൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെത്തിയത്. ഈ തെളിവുകൾ കാണാനില്ലെന്നായിരുന്നു നേരത്തെ പോലീസിന്റെ വിശദീകരണം. നയനക്കേസിൽ സുപ്രധാനമായ ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടായത്. നയനയുടെ മരണസമയത്ത് കിടപ്പുമുറിയിലുണ്ടായിരുന്ന തലയിണയും ബെഡ്ഷീറ്റും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു. മ്യൂസിയം പോലീസിൽ നിന്നാണ് ഈ വസ്തുക്കൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പക്ഷേ ഇത്രനാൾ ഈ വസ്തുക്കളെക്കുറിച്ച് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട വസ്തുക്കൾ പിന്നീട് പോലീസിന് കൈമാറിയെന്ന് കോടതിയിൽ നിന്ന് വ്യക്തമായി. പക്ഷേ ഫോറൻസിക് ലാബിന് നൽകിയോ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലുണ്ടോ അതോ നഷ്ടമായോ ഇതേക്കുറിച്ച് ഇതുവരെയും ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. തലയിണയും ബെഡ്ഷീറ്റും കിട്ടിയെന്ന് പറയുമ്പോഴും ഉയരുന്ന മറ്റു ചില സംശയങ്ങളുണ്ട്. മരിക്കുമ്പോൾ നയനയുടെ ശരീരത്തിലുണ്ടായിരുന്ന അടിവസ്ത്രം ഉൾപ്പെടെയുള്ളവ എവിടെയെന്ന് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് യഥാർത്ഥത്തിൽ മരിക്കുമ്പോൾ നയനയുടെ മുറിയിൽ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റും തലയിണയും മറ്റു വസ്തുക്കളുമാണോ? ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ പിന്നീട് കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടായേക്കാമെന്ന സാഹചര്യത്തിൽ പോലീസ് തന്നെ കൊണ്ടുവച്ച വസ്തുക്കളാണെന്ന നിലയ്ക്കാണ് ചില ആരോപണങ്ങൾ ഉയരുന്നത്.
കിട്ടിയ വസ്തുക്കൾ യഥാർത്ഥമെങ്കിൽ ഈ കേസിനെ സംബന്ധിച്ച് അത്രയും നല്ലത്. എങ്കിലും ഈ സംശയം ബാക്കിയാകുന്നു. ഏറ്റവും സുപ്രധാനമാകേണ്ടിയിരുന്ന ആ തെളിവുകളായി മാറേണ്ട വസ്ത്രങ്ങൾ എവിടെ? സിറ്റി ക്രൈംബ്രാഞ്ചും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചും ഇത്ര ദിവസം അരിച്ചു പെറുക്കിയിട്ടും കിട്ടാത്ത വസ്ത്രങ്ങളാണ് ഒടുവിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും നയനയുടെ കുടുംബം കേസിൽ CBI അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു. നയനയുടെ സുഹൃത്തുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയാണ്. കേസ് ഏറ്റവും ഒടുവിൽ സത്യത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പോലീസിന്റെ പിഴവുകളും അന്വേഷണത്തിലെ വീഴ്ചകളും തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇടുക്കിയിൽ നിന്നും പോലീസ് അനാസ്ഥയുടെ ഒരു വാർത്തയുണ്ടായി. മകളെ പീഡിപ്പിച്ച കേസിലെ പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടതിന് പിന്നാലെ പ്രതിയുടെ ഫോട്ടോ വാട്സാപ്പിലൂടെ ചില പോലീസുകാർ പുറത്തുവിട്ടതാണ് പുതിയ വിവാദത്തിന് കാരണം. പോക്സോ കേസിലെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടതാണ് നെടുങ്കണ്ടം പോലീസിന് വിനയായത്. സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ 3 ദിവസങ്ങളായി വലിയ പ്രതിസന്ധിയിലാണ് ഇടുക്കിയിലെ പോലീസ് സേന. നെടുങ്കണ്ടം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് നെടുങ്കണ്ടം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും പ്രതി രക്ഷപ്പെട്ടത്. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിച്ച പ്രതി പോലീസിനെ വെട്ടിച്ച് കടന്നുകളയായിരുന്നു. സിവിൽ സ്റ്റേഷന് പുറകുവശത്തെ ഈ വഴിയിലൂടെയാണ് പ്രതി കടന്നുകളഞ്ഞത്. സംഭവത്തിൽ നിലവിൽ ഇതുവരെ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നെടുങ്കണ്ടം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഷാരു എം വാഹിദ്, ഷബീർ KB എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. നെടുങ്കണ്ടം പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ കൃത്യവിലോപം നടന്നതായാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് ഇടുക്കി SP റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടി ഉണ്ടാകാനാണ് സാധ്യത. കല്ലാർ, പാമ്പാടുംപാറ, പത്തിരിപ്പാല പ്രദേശങ്ങൾക്കിടയിലുള്ള തോട്ടം മേഖലയിലേക്കാണ് പ്രതി കടന്നത്. ഇതിനിടെ നിരവധി തവണ പോലീസിന്റെ മുൻപിൽ അകപ്പെട്ടെങ്കിലും പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കുറ്റിപ്പുറം സ്വദേശി ബഷീറാണ് പോലീസിന്റെ പിടിയിലായത്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് പ്രതി. ഇയാളുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. വയസ്സുകാരനെയാണ് പല പ്രാവശ്യം ലൈംഗികമായി ചൂഷണം ചെയ്തത്. കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് കുറ്റിപ്പുറം പോലീസ് കേസെടുത്തത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കുറ്റിപ്പുറം ചോലവളവിൽ താമസിക്കുന്ന ഞായാൻകോട്ടിൽ ബഷീർ അറസ്റ്റിലാവുകയായിരുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ് ഇയാൾ ഒളിവിൽ പോയിരുന്നു. മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ച് അടക്കം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ ബഷീറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസിന്റെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട ഇയാൾ കുറ്റിപ്പുറം, വളാഞ്ചേരി പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡ് നിന്നുള്ള ഒരു തട്ടിപ്പിന്റെ വാർത്തയിലേക്കാണിനി. അവിടെ മുക്കുപണ്ടം പണയം വെച്ച് 7 ലക്ഷം രൂപയോളം തട്ടിയെടുത്തു. കേരള ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയിൽ നിന്നാണ് പണം തട്ടിയത്. കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് ബാങ്കുകളിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. എന്നാൽ കാസർഗോഡ് ജില്ലയിൽ വെള്ളിക്കട്ടയിൽ സ്വർണം പൂശിയാണ് പുതിയ തട്ടിപ്പ്. സംഭവം മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. 1.5 വർഷം മുൻപ് നടന്ന സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 2021 സെപ്റ്റംബർ 8, 9 തീയതികളിലാണ് ലക്ഷങ്ങൾ തട്ടിയത്. ഇത്തരത്തിൽ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയത്. ഈ സംഭവത്തിൽ ചെർക്കള സ്വദേശിയായ മുഹമ്മദ് ഖഫ്വാനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
കേരള ഗ്രാമീൺ ബാങ്കിന്റെ മേൽപ്പറമ്പ് ശാഖയിൽ നിന്നാണ് പണം തട്ടിയത്. 2021 സെപ്റ്റംബർ 8-ാം തീയതി 102 ഗ്രാം പണയം വെച്ച് 3,20,000 രൂപയും സെപ്റ്റംബർ 9-ാം തീയതി 108 ഗ്രാം പണയം വെച്ച് 3,35,000 രൂപയും മുഹമ്മദ് സഫാൻ കൈപ്പറ്റി. പണയപ്പെടുത്തിയ സ്വർണം കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചെടുക്കാത്തതിനെ തുടർന്ന് പണ്ടം ലേലം ചെയ്തതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. സ്വർണം ലേലത്തിനെടുത്തയാൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെ വെള്ളിയിൽ സ്വർണം പൂശിയതാണെന്ന് കണ്ടെത്തി. പിന്നീട് ബാങ്ക് അധികൃതരെ വിവരമറിയിക്കുകയും ജനുവരി 2-ന് ബാങ്ക് അധികൃതർ മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. മേൽപ്പറമ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുഹമ്മദ് സഫാനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. $211 ഗ്രാം വ്യാജ സ്വർണം ബാങ്കിൽ പണയപ്പെടുത്തി 7 ലക്ഷത്തോളം രൂപയാണ് മുഹമ്മദ് സഫാൻ തട്ടിയെടുത്തത്. ഇത്തരത്തിൽ കൂടുതൽ പേർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം ബാങ്ക് പരിശോധിക്കുന്നുണ്ട്. കൂടാതെ കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസും അന്വേഷിക്കുന്നുണ്ട്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. തട്ടിപ്പുകാരുടെ കാലമാണിപ്പോൾ. കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് എത്തിയപ്പോഴും തട്ടിപ്പിന്റെ മറ്റൊരു വാർത്ത കേട്ടു. കണ്ണൂരിലെ അർബൻ നിധി തട്ടിപ്പ്. നിക്ഷേപകരിൽ നിന്നും കോടികളാണ് തട്ടിയെടുത്തത്. ഈ കേസിലെ പ്രതിയായ മലപ്പുറം സ്വദേശിയുടെ വീട്ടിൽ നിന്ന് പോലീസ് റെയ്ഡ് നടത്തി. അർബൻ നിധി തട്ടിപ്പ് കേസ് പ്രതി ഷൗക്കത്ത് അലിയുടെ ചങ്ങരംകുളത്തെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. കോടികളുടെ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി എന്നാണ് കേസ്. കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന അർബൻ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം നിക്ഷേപകരെ വഞ്ചിച്ചെന്ന പരാതികൾ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് അന്വേഷിക്കുന്നത്. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്ത് ഉത്തരവിറക്കിയിരുന്നു. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കണ്ണൂർ റേഞ്ച് SP M പ്രദീപ് കുമാറിനാണ് മേൽനോട്ട ചുമതല. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കണ്ണൂർ കാസർഗോഡ് യൂണിറ്റ് DYSP T മധുസൂദനൻ നായരാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കണ്ണൂർ സിറ്റി ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 23 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. പോലീസ് ഒത്താശയെ തുടർന്ന് കഞ്ചാവ് കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ച സംഭവത്തിൽ ആറ്റിങ്ങൽ SHOയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. CI തൻസീറിനോട് തിരുവനന്തപുരം റൂറൽ SP D ശില്പയാണ് വിശദീകരണം തേടിയത്. പോലീസ് കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് 3 പ്രതികൾക്കും ജാമ്യം ലഭിക്കാൻ കാരണമായത്. ഗുണ്ടാ പോലീസ് ബന്ധം വലിയ വിവാദമായിരിക്കെയാണ് പോലീസിന് നാണക്കേടാകുന്ന മറ്റൊരു സംഭവം കൂടി. 1-2 200 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിലാണ് പ്രതികൾക്ക് പോലീസിന്റെ വീഴ്ച കാരണം ജാമ്യം ലഭിച്ചത്. 180 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് വഴി 3 പ്രതികൾ ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. അവിടെ തീരുന്നില്ല അതിന്റെ ഗൗരവം. ജാമ്യം നൽകിയ കോടതി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനിൽ സംശയം പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നന്മ ചെയ്യുക എന്ന സംശയമാണ് കോടതി ഉന്നയിച്ചത്. മാത്രവുമല്ല, ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം DGPയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരം റൂറൽ SP ആറ്റിങ്ങൽ CAയോട് ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആറ്റിങ്ങൽ CAയ്ക്കെതിരെ നടപടിയുണ്ടാകും. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് 200 കിലോ കഞ്ചാവ് വെഞ്ഞാറമൂട്ടിൽ പോലീസ് പിടികൂടുന്നത്. കിഷോർ, മനു, വിനോദ് എന്നിങ്ങനെ 3 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. കഞ്ചാവ് കേസുകൾ പിടിക്കുന്ന സ്റ്റേഷനിൽ അന്വേഷണം പാടില്ല എന്ന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആറ്റിങ്ങൽ സ്റ്റേഷന് ഈ കേസിന്റെ അന്വേഷണ ചുമതല ലഭിക്കുന്നത്. പിന്നീടാണ് ഗുരുതരമായ വീഴ്ചയുണ്ടായത്.
ഏത് കുറ്റകൃത്യം ചെയ്യുമ്പോഴും കുറ്റവാളികൾ കരുതും താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന്. പാറശാലയിലെ ഗ്രീഷ്മയെ പോലുള്ളവർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും തെളിവുകൾ ഒരിക്കൽ പുറത്തു വരും. കുറ്റവാളികൾ പിടിക്കപ്പെടുകയും ചെയ്യും. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.